നീ പറഞ്ഞു ഇത് നിന്റെ നേട്ടമാണ്. ഇസ്രായേലിന്റെ അതിർത്തികളിൽ പ്രവേശിച്ച് ഇസ്രായേലിന്റെ സുരക്ഷിത നഗരങ്ങളിൽ നിന്റെ ആധിപത്യം ഉറപ്പിച്ചപ്പോൾ നീ പറഞ്ഞു അത് നിന്റെ കഴിവാണ്. നീ പറഞ്ഞു അത് നിന്റെ നേട്ടമാണ്, നിന്റെ ശക്തിയാണ്, നിന്റെ കരബലമാണ്. എന്നാൽ ഞാൻ പറയുന്നു 25-ാമത്തെ വാക്യം, ഞാൻ ഇത് പണ്ടേ നിശ്ചയിച്ചതാണ്, പണ്ട് നിശ്ചയിച്ചവ ഇന്ന് ഞാൻ പ്രാവർത്തികമാക്കുന്നു. ഒരിക്കൽ കൂടെ വാക്യം വായിച്ച്, ഞാൻ ഇത് പണ്ടേ നിശ്ചയിച്ചതാണ്, നീ അത് കേട്ടിട്ടില്ലേ? പണ്ട് നിശ്ചയിച്ചവ ഇന്ന് ഞാൻ പ്രവർത്തിക്കുന്നു. അതായത് നീ വിചാരിച്ചു നീ ഇസ്രായേലിന്റെ സുരക്ഷിത നഗരങ്ങളിൽ പ്രവേശിച്ചപ്പോ അത് നിന്റെ കഴിവാന്ന് നീ വിചാരിച്ചു. നീ അറിയണം, ഞാൻ നിശ്ചയിച്ചതാണിത് നേരത്തെ. ഞാൻ നിന്നെ സഹായിച്ചത് കൊണ്ടാണ് നീ ഇപ്പോൾ അവിടെ എത്തിയത്. പക്ഷെ നീ എന്റെ സഹായമാണ് നിന്നെ അവിടെ എത്തിച്ചതെന്ന് മനസ്സിലാക്കാതെ നീ എന്ത് ചെയ്തു? എന്നെ പരിഹസിച്ചു, എന്നെ നിന്ദിച്ചു. എന്നിട്ട് നീ പറഞ്ഞു നീയാണത് ചെയ്തതെന്ന്. ഒരു വലിയ സത്യം നിങ്ങൾ തിരിച്ചറിയണം പ്രിയപ്പെട്ട മക്കളെ, ഒന്ന് ശ്രദ്ധിച്ചു കേട്ടെ. അതായത് ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ അറിയുക, ദൈവം അനുവദിക്കാതെ ഒന്നും വരില്ല. ദൈവം പച്ചക്കൊടി കാണിക്കാതെ ഒന്നും വരില്ല. അതായത് നിങ്ങളുടെ ശക്തിക്ക് അതീതമായ, നിങ്ങളുടെ നിയന്ത്രണത്തിന് അപ്പുറത്തുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, അത് കർത്താവ് പെർമിഷൻ കൊടുത്തിട്ടാണ് അങ്ങനെ നടന്നത്. അത് ദൈവം നിശ്ചയിച്ചതാണ്. അത് ദൈവം നിശ്ചയിച്ചു. ഇപ്പോ 2021 നടന്നേ ഉള്ളൂ.